ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. CUT PGക്ക് അപേക്ഷിക്കാനുള്ള സമയം നീട്ടിയിരിക്കുന്നു എന്നതാണ്. 2024 ജനുവരി 24 വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന സമയം. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കഴിഞ്ഞ ദിവസം 24-ാം തീയതി പബ്ലിഷ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്ന സംഗതിയാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫോർ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUT PG 2024. The candidates and concerned stakeholders are informed that registration of Common University Entrance Test CUT PG 2024 has been extended on request received from candidates and other stakeholders. Details are mentioned below. നമുക്കറിയാം CUT എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. വളരെ നേരത്തെ ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. OTP വരാത്ത ഇഷ്യൂ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പല യൂണിവേഴ്സിറ്റികളും കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല ഇഷ്യൂസ് പല സ്റ്റേക്ക് ഹോൾഡേഴ്സും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു എക്സ്റ്റൻഷൻ ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ എക്സ്റ്റൻഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ഡേറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24-ാം തീയതി അവസാനിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ 24-ാം തീയതി ആയിരുന്നു ഡേറ്റ് അവസാനിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും എന്തായി 24-ാം തീയതി എന്നുള്ളതിൽ നിന്നും ഈ പറയുന്ന ഡേറ്റ് എന്തിലേക്ക് മാറി, 31 ജനുവരി എന്നിലേക്ക് മാറി. അപ്പൊ ഈ മാസം അവസാനം വരെ, അതായത് ജനുവരി 31 വരെ എന്തുണ്ട്, അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. അപ് ടു 11:50 PM 11:50 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന് 2 സ്റ്റേജ് ഉണ്ട് ബേസിക്കലി. ഒന്ന് അപേക്ഷ സമർപ്പണമാണ്, അതായത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ പ്രിഫറൻസുകൾ കൊടുക്കുക, യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ പേപ്പർ കോഡ് കൊടുക്കുക എന്നൊക്കെ ഉള്ള സംഗതി. അതായത് അതിന്റെ 2ാമത്തെ ഘട്ടത്തിലാണ് ഈ പറയുന്ന ഫീ ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പൊ ഫീ ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് അതിലുള്ള സമയം 25-ാം തീയതി അവസാനിക്കുകയായിരുന്നു. അത് ഇതുവരെ വന്നു 26 ഡിസംബർ മുതൽ 1 ഫെബ്രുവരി വരെ സമയം കിട്ടി. അതായത് ഇത് എന്താണ്, കഴിഞ്ഞ ഡേറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി എക്സ്റ്റൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാൾ 31-ാം തീയതി പിന്നെ ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ ഫീസ് അടക്കാതെ ലോഗൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോലും അയാൾക്ക് പിറ്റത്തെ ദിവസം എന്തുണ്ട്, 31-ാം തീയതിക്ക് ശേഷം 1-ാം തീയതി 11:50 വരെ ഫീസ് അടക്കാനുള്ള സമയമുണ്ട് എന്നതാണ്. അപ്പൊ ഫീസ് അടക്കാനുള്ള സമയം 1-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ പിറ്റത്തെ ദിവസം എന്നുള്ളവർക്ക് ഇനി അഥവാ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടാണെങ്കിൽ, ഇപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് കൊടുത്ത പേപ്പർ കോഡിൽ ഒരു പേപ്പർ കോഡ് കൂടി കൊടുക്കണമെന്ന് കരുതുക, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ബേസിക് ഡീറ്റെയിൽസ് അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ OBC എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് ജനറൽ ആണ് കൊടുത്തത്, പിന്നെ OBCയിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്ന ഒരു സംഗതി സ്വാഭാവികമായിട്ടും വരും. അത് എന്ന് മുതലാണ് 2 ഫെബ്രുവരി മുതൽ 4 ഫെബ്രുവരി 11. അപ്പൊ എല്ലാം രാത്രി 11:50 വരെയുള്ള സമയമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച ആളുകൾ മനസ്സിലാക്കുക, ഇപ്പോൾ 24-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കും എന്താണ് 2 ഫെബ്രുവരി മുതൽ 4 ഫെബ്രുവരി വരെയാണ് വെബ് പോർട്ടൽ ഓപ്പൺ ആവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നേരത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 27-ാം തീയതിയും 29-ാം തീയതി വരെയും നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഉണ്ടായിരുന്നു. അങ്ങനെ കറക്ഷൻ വിൻഡോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഫെബ്രുവരി മുതൽ 4 ഫെബ്രുവരി. അപ്പൊ എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ യൂണിവേഴ്സിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, കൂടുതൽ പേപ്പർ കോഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് സെന്റർ മാറ്റണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്തരം സംഗതികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനാണ് കറക്ഷൻ വിൻഡോ ഉണ്ടാവും. അപ്പൊ കറക്ഷൻ വിൻഡോ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ അഡ്വൈസ്ഡ് ടു ടേക്ക് നോട്ട് ഓഫ് ദി അബോവ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. നിങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിന്റെ ആളുകൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയ്ക്ക് മനസ്സിലാക്കണം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കുകയോ മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പൊതുവേ മെയിലൊന്നും ആളുകൾക്ക് റിപ്ലൈ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാൽ പോലും അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് PGക്കുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾ CUTക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.